ഹേ ഗൈസ്, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ സീരീസ് തുടങ്ങിയത്. അതായത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷനിൽ ഈ പ്രിപ്പറേഷൻ എത്രമാത്രം പ്രാധാന്യമുണ്ടോ അത്രയധികം അല്ലെങ്കിൽ അതിലേറെ പ്രാധാന്യമുള്ള ഒന്നാണ് എക്സിക്യൂഷൻ. ഈ കാര്യമാണ് തുടക്കത്തിൽ തന്നെ നമ്മൾ മെൻഷൻ ചെയ്തത്. കാരണം വളരെ സീരിയസ് ആയിട്ട് എക്സാമിനേഷൻ തയ്യാറെടുത്തിട്ടും ആ ഒരു പ്രിപ്പറേഷൻ എക്സാം പെർഫോമൻസിലേക്കും റിസൾട്ടിലേക്കും ഒക്കെ മാറ്റാൻ പറ്റാതെ വരുന്നൊരവസ്ഥ, ആ ഒരു എക്സിക്യൂഷൻ ഗ്യാപ്പാണ് ഈ ഒരു വീഡിയോ സീരീസിലുടനീളം നമ്മൾ അഡ്രസ്സ് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ എക്സിക്യൂഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എന്ന രീതിയിൽ പ്രിപ്പറേഷൻ എക്സിക്യൂഷൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഈ പ്രിപ്പറേഷൻ എക്സിക്യൂഷൻ സിസ്റ്റത്തിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കോമ്പണൻസ് എന്തൊക്കെയാണ് എന്നത് കഴിഞ്ഞ വീഡിയോയിലൂടെ തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ആ ഒരു ഘട്ടത്തിൽ പല ഉദ്യോഗാർത്ഥികളും സൂചിപ്പിച്ചൊരു കാര്യമാണ്, കുറച്ചുകൂടി സിമ്പിളായിട്ട് ആ സ്റ്റേജസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുമോ, പ്രാക്ടിക്കലി അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുമോ എന്ന രീതിയിൽ. അതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഈ പ്രിപ്പറേഷൻ എക്സിക്യൂഷൻ സിസ്റ്റത്തിൻ്റെ ഓരോ സ്റ്റേജസിലും ആസ്പിരൻസ് ആക്ച്വലി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പ്രധാനമായിട്ടും ഇന്ന് ഡിസ്കസ് ചെയ്യുക. സോ ഇതിൻ്റെ സ്റ്റേജസ് എന്തൊക്കെയാണ്, ആ കാര്യങ്ങൾ, അതായത് അതിൻ്റെ ഒരു സിസ്റ്റം ഫ്ലോ എന്താണ് എന്നുള്ളത് നമ്മളിവിടെ വ്യക്തമായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫ്ലോയിലുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോ സ്റ്റേജസിലും ഇൻഡിവിജ്വലി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണ് എന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. കുറച്ചുകൂടി ലളിതമായിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് അഡ്രസ്സ് ചെയ്യുകയാണ്. എനിവേ, ആദ്യമായിട്ട് പെർഫോമൻസ് അവെയർനെസ്, ഇതാണ് യഥാർത്ഥത്തിൽ പ്രിപ്പറേഷൻ എക്സിക്യൂഷൻ സിസ്റ്റത്തിൻ്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ്. അതായത് പെർഫോമൻസ് അവെയർനെസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് വേണ്ടി നിങ്ങൾ നടത്തുന്ന ആ ഒരു പ്രിപ്പറേഷൻ, എക്സാം സമയത്ത് അതെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് മുൻകൂട്ടി മനസ്സിലാക്കലാണ്. അതായത് സാധാരണഗതിയിൽ ഈ സബ്ജക്റ്റ് വൈസ് വീക്ക്നെസ്സുകൾ കണ്ടെത്തുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള ചലഞ്ചസ് മനസ്സിലാക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ്. എന്നാൽ അതിനും അപ്പുറത്തേക്ക് എക്സാമിനേഷൻ സമയത്ത് നിങ്ങളുടെ ഓവറോൾ പെർഫോമൻസ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അതിലെന്തൊക്കെ കുറവുകളുണ്ട്, എവിടെയൊക്കെയാണ് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരേണ്ടത്, ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് ഈ പെർഫോമൻസ് അവെയർനെസ്സിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇനി ഇതിനു വേണ്ടി ചെയ്യേണ്ട കാര്യം എന്താണ്, അല്ലെങ്കിൽ ഇതിനുള്ള ടൂൾ എന്താണ്? പെർഫോമൻസ് അവെയർനെസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബേസിക് ആയിട്ടുള്ള ടൂൾ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെയാണ്. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ളത് സിംപ്ലി പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള ഒരു മെറ്റീരിയൽ അല്ല, അതൊരു ഡയഗ്നോസ്റ്റിക് ടൂളാണ്. അതായത് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ എക്സാം ലൈക്ക് കണ്ടീഷൻസിൽ നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ സബ്ജക്റ്റ് വൈസ് വീക്ക്നെസ് കണ്ടെത്തുക എന്നുള്ളത് മാത്രമല്ല, അതിനും അപ്പുറത്തേക്ക് സാധാരണഗതിയിൽ ഇങ്ങനെയുള്ളൊരു പെർഫോമൻസ് അനാലിസിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള ഡാറ്റ നിങ്ങൾക്ക് ലഭിക്കും. അതായത് ഇപ്പോൾ ചില ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് റിപ്പീറ്റഡ്ലി മിസ്സാവുന്നുണ്ടോ, അല്ലെങ്കിൽ ചില ഏരിയാസ് നിങ്ങൾക്ക് മിസ്സാവുന്നുണ്ടോ, ടൈം അലോക്കേഷനിൽ ഏതൊക്കെ രീതിയിലുള്ള മിസ്റ്റേക്സ് ആണ് വരുന്നത്, അതുപോലെ തന്നെ ഏതെങ്കിലും വിഭാഗങ്ങളിലൊക്കെ റീകോൾ ഡിലേ നിങ്ങൾക്ക് വരുന്നുണ്ടോ, കോൺസെപ്റ്റിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് വന്ന് ചില ചോദ്യങ്ങളിലൊക്കെ നിങ്ങൾ സ്റ്റക്കായി പോകുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അല്ലെങ്കിൽ നിങ്ങളുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പാറ്റേൺസ് നമുക്കിവിടെ ലഭിക്കും എന്നുള്ളതാണ്. സോ ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ തന്നെ നമ്മൾ സാധാരണ കൺവെൻഷണൽ ശൈലിയിൽ നടത്തുന്ന ഒരു അനാലിസിസ്, ഒരു സബ്ജക്റ്റ് വൈസ് ആയിട്ടുള്ള സ്ട്രെങ്ത് അല്ലെങ്കിൽ വീക്ക്നെസ് ആണ് നമ്മൾക്ക് മനസ്സിലാകുന്നത് എങ്കിൽ ഈ ഒരു പെർഫോമൻസ് അവെയർനെസ്സിലൂടെ റിയൽ എക്സാം പെർഫോമൻസിൽ വരുന്ന സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ് എന്നുള്ളത് മുൻകൂട്ടി നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സാധാരണഗതിയിൽ പല ആസ്പിരൻസും പറയാറുള്ളൊരു കാര്യമാണ്, നന്നായിട്ട് പ്രിപ്പറേഷൻ ചെയ്തിട്ടും എക്സാം സമയത്ത് വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്നൊരു കാര്യം. ആ ഒരു സെൻറ്റൻസിൽ നിന്ന് തന്നെ അതിൻ്റെ കാരണം വളരെ വ്യക്തമാണ്. അത് പ്രിപ്പറേഷൻ്റെ കുറവ് കൊണ്ടല്ല, പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ എക്സാം സമയത്ത് നമ്മുടെ ഒരു പെർഫോമൻസ് എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യാൻ സാധ്യതയുള്ളത്, ഇതിനെക്കുറിച്ചൊരു അവെയർനെസ് നമ്മൾക്ക് ഇല്ലാത്തതാണ്. എക്സാക്ട്ലി അത് തന്നെയാണ് നമ്മൾ ഈ പെർഫോമൻസ് അവെയർനെസ് സ്റ്റേജിലൂടെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. സോ ഈ ഒരു പെർഫോമൻസ് അവെയർനെസ് എന്നത് നമ്മുടെ പ്രിപ്പറേഷൻ എക്സിക്യൂഷൻ സിസ്റ്റത്തിൻ്റെ ആദ്യ ഘട്ടവും അതിൻ്റെ ഒരു ഫസ്റ്റ് ബിൽഡിംഗ് ബ്ലോക്കാണ് എന്ന് നമുക്ക് പറയാം. ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷനാണ്. കഴിഞ്ഞ വീഡിയോയിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ച ഒരു കാര്യമാണ്, സാധാരണഗതിയിൽ നമ്മൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ പ്രിപ്പറേഷൻ ആരംഭിക്കുമ്പോൾ മുൻകാലത്ത് നമ്മൾ നടത്തിയിട്ടുള്ള അക്കാഡമിക് പ്രിപ്പറേഷൻ പാറ്റേൺസ് അത് നമ്മളെ തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം സ്കൂൾ ലെവലിലും കോളേജ് ലെവലിലും ഒക്കെ നമ്മൾ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്ത് വന്നിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഹാബിറ്റാണത്. കംഫർട്ടബിളായിട്ട് പഠിക്കുക, ഇൻഡെപ്ത് ആയിട്ട് ടോപ്പിക്കുകൾ പഠിക്കുക, കോൺസെപ്ച്വൽ ക്ലാരിറ്റി ബിൽഡ് ചെയ്യുക, ഇതാണ് അക്കാഡമിക് പ്രിപ്പറേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യവും അതിൻ്റെ ഫോക്കസും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിനും ഹാബിറ്റും ഒക്കെ ആ ഒരു രീതിയിൽ ട്രെയിൻഡ് ആണ്. പക്ഷേ കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടൊരു ചലഞ്ചാണ്. ഇവിടെ പ്രിപ്പറേഷൻ എന്നത് തീർച്ചയായിട്ടും എക്സ്ട്രീംലി ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കണം. ഒപ്റ്റിമൈസ്ഡ് പ്രിപ്പറേഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രിപ്പറേഷൻ പ്യുവർലി എക്സാം ഡിമാൻഡ് അനുസരിച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒന്നായിരിക്കണം എന്നുള്ളതാണ്. അതായത് സിംപ്ലി സിലബസ് കംപ്ലീറ്റ് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുക, റിവിഷൻ ചെയ്യുക,
ഇവിടെ മാത്രം ഒതുങ്ങുന്ന ഒന്നായിരിക്കരുത് ഈ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട പ്ലാനിങ് എന്നുള്ളത്. ടോപ്പിക്സ് ഏതൊക്കെ കവർ ചെയ്യണം, ഏത് ഡെപ്തിൽ കവർ ചെയ്യണം, വളരെ മിനിമലായിട്ട് പഠിക്കേണ്ട ഏതെങ്കിലും ടോപ്പിക്കുകളുണ്ടോ, ആ ടോപ്പിക്കുകൾ പഠിക്കുന്നതിൻ്റെ സീക്വൻസ് എന്തായിരിക്കണം, ഇതെല്ലാം തന്നെ സ്ട്രാറ്റജിക്കലി പ്ലാൻഡ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ പ്യുവർലി എക്സാം ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ആ ഒരു പ്രിപ്പറേഷനെയാണ് നമ്മൾ ഒപ്റ്റിമൈസ്ഡ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അതായത് അക്കാഡമിക് ലെവലിൽ നമ്മളൊരു എക്സാമിനേഷന് വേണ്ടി പഠിക്കുമ്പോൾ താരതമ്യേന വളരെയധികം പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സിലബസ്, പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ, പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ചോദ്യങ്ങളുടെ ഏരിയാസ്, ഇതെല്ലാം തന്നെ നമ്മൾക്ക് അവിടെ ലഭ്യമാണ്. എന്നാൽ ഈ അക്കാഡമിക് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ അക്കാഡമിക് എക്സാംസിൽ നിന്നും നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ ആ ഒരു വേൾഡിലേക്ക് വരുമ്പോൾ ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ അവിടെ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ചലഞ്ചാണുള്ളത്. കാരണം സിലബസ് കമ്പാരിറ്റീവ്ലി വാസ്റ്റ് ആണ്. അതോടൊപ്പം തന്നെ ഡൈവേഴ്സിറ്റി ഉള്ള ടോപ്പിക്കുകളാണ് സിലബസിലുള്ളത്. നമ്മൾ ഇപ്പോൾ ഗ്രാജുവേഷനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മേഖലകളിൽ പഠിച്ചതുപോലെ ഒരു സ്പെസിഫിക് സ്ട്രീമിലുള്ള കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ പഠിക്കുന്നത്, വളരെയധികം ഡൈവേഴ്സിറ്റി ഉള്ള ടോപ്പിക്കുകളാണ്. അതുകൊണ്ട് തന്നെ പ്രിപ്പറേഷൻ എന്നുള്ളത് വളരെയധികം ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കണം. അതല്ല, വളരെയധികം ഇൻഡെപ്ത് ആയിട്ടുള്ള റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇടുന്ന ആ ഒരു എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് നമ്മൾക്ക് ഒരിക്കലും ലഭിക്കുകയില്ല. ഒപ്റ്റിമൈസ്ഡ് പ്രിപ്പറേഷന് മാത്രമേ എഫേർട്ടിനെ റിസൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതാണ് നമ്മൾ ഈ ഒരു സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഓപ്പറേഷണൽ പ്രാക്ടീസ് ആണ്. അതായത് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നമ്മൾ ഈ പ്രാക്ടീസ് എന്നതുകൊണ്ട് സാധാരണഗതിയിൽ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുക, ആ ചോദ്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരങ്ങളൊന്ന് മനസ്സിലാക്കുക, അനുബന്ധ വസ്തുതകൾ പഠിക്കുക, മേ ബി നമ്മുടെ സ്പീഡ്, അക്യുറസി ഇതൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക. ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള സ്കോപ്പ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ആസ്പിറൻസ് ചെയ്യാറുള്ളൊരു കാര്യം. എന്നാൽ ഈ ഓപ്പറേഷണൽ പ്രാക്ടീസ് എന്നത് കൺവെൻഷണൽ ആയിട്ടുള്ള ഈ പ്രാക്ടീസിൽ നിന്നും ഒരു അല്പം കൂടി സ്ലൈറ്റ്ലി ഹയർ മാഗ്നിറ്റ്യൂഡിലുള്ള ഒരു അപ്രോച്ചാണ്. പ്രിപ്പറേഷൻ സമയത്ത് നിങ്ങൾ നടത്തുന്ന ആ പഠനം, പ്രാക്ടീസ് ഇവയെല്ലാം തന്നെ റിയൽ ആയിട്ടുള്ള എക്സിക്യൂഷൻ എബിലിറ്റി ആയിട്ടാണ് മാറേണ്ടത്. ഇവിടെയും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെയാണ് ടൂളായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ സിംപ്ലി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഒരു നോളജ് അക്വയറിംഗ് പ്രോസസ്സായിട്ടല്ല നമ്മളതിനെ കാണുന്നത്. റിയൽ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാകണം. അത്തരത്തിലുള്ള ഫാക്ടേഴ്സ് നമ്മൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കണം. അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈവൻ നമ്മൾ ചോദ്യങ്ങൾ വായിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അതായത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കയ്യിൽ കിട്ടി ആ ചോദ്യങ്ങൾ വായിക്കുമ്പോൾ അതിൽ നമ്മൾക്കുള്ള ഒരു ഡിസിഷൻ സ്പീഡുണ്ട്, അത് ഇമ്പ്രൂവ് ചെയ്യുന്നത് മുതൽ തുടങ്ങണം. ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ വരുമ്പോൾ ഈ മിക്സഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഹാൻഡ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്, അത് നമ്മൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കണം. എക്സാമിൻ്റെ ഒരു പ്രഷർ വരുമ്പോൾ ക്ലിയർ ആയിട്ടുള്ള തിങ്കിങ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണം. ഇതൊന്നും ഇല്ല എങ്കിൽ ഒരിക്കലും നമ്മൾ ചെയ്ത ആ ഒരു പ്രിപ്പറേഷൻ എന്നുള്ളത് പെർഫോമൻസിലേക്കും റിസൾട്ടിലേക്കും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല. ഇങ്ങനെയുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഓപ്പറേഷണൽ പ്രാക്ടീസ് ചെയ്യുന്നത്. അതാണ് ഓപ്പറേഷണൽ പ്രാക്ടീസിലൂടെ ഡെവലപ്പ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ കൺവെൻഷണൽ ലെവലിലുള്ള പ്രാക്ടീസിനേക്കാൾ എക്സാം സമയത്ത് നമ്മൾക്ക് കൂടുതൽ എഫിഷ്യൻസിയോടുകൂടി ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാക്കുക, അതാണ് ഈ ഒരു ഘട്ടത്തിലൂടെ നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെയാണ്. ഒരേ ഒരു മാറ്റം അത് പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിലാണ്. പ്രിപ്പറേഷണൽ പ്രാക്ടീസ് എന്നുള്ളത് ഈ രീതിയിലായിട്ട് മാറുമ്പോൾ ഈ നോളജ് അക്യുമുലേഷൻ പ്രോസസ്സിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്രിപ്പറേഷൻ എന്നുള്ളൊരു കാര്യം ആക്ച്വൽ എക്സാം പെർഫോമൻസിലേക്ക് മാറും. ആ ഒരു പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓപ്പറേഷണൽ പ്രാക്ടീസിലൂടെ ചെയ്യുന്നത്. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കറക്ഷൻ ലൂപ്പാണ്. ഇത് സിമ്പിളായിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. ടെസ്റ്റ്, അനലൈസ്, ഐഡൻറ്റിഫൈ പാറ്റേൺ, കറക്റ്റ്, റീടെസ്റ്റ്. ഇതൊരു ലൂപ്പാണ്. സാധാരണഗതിയിൽ പല ആസ്പിരൻസും ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നു, അതിൽ കിട്ടിയ സ്കോർ നോക്കും, നെഗറ്റീവ് മാർക്സ് മേ ബി നോക്കും, അതിനുശേഷം മറ്റൊരു ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യും, സ്കോർ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. ഈ ഒരു സൈക്കിളാണ് റിപ്പീറ്റ് ചെയ്യുക. കറക്ഷൻ ലൂപ്പ് എന്നത് ഈ കൺവെൻഷണൽ അപ്രോച്ച് അല്ല ഫോളോ ചെയ്യുന്നത്. ഇവിടെ ഒരു ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തതിന് ശേഷം ഈ സ്കോർ മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യുക, മറിച്ച് അതിൽ വന്നിട്ടുള്ള മിസ്റ്റേക്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു അനാലിസിസ് ആണ്. അതായത് ഏതൊക്കെ ചോദ്യങ്ങൾ തെറ്റിപ്പോയി, എത്ര മാർക്സ് നഷ്ടപ്പെട്ടു, എത്ര നെഗറ്റീവ് മാർക്സ് വന്നു, ഇവ മാത്രമല്ല യഥാർത്ഥത്തിൽ അനലൈസ് ചെയ്യേണ്ടത്. അതിനും അപ്പുറത്തേക്ക് ഈ മിസ്റ്റേക്സ് എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊരു കാര്യമാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. അതായത് ഏതെങ്കിലും ചോദ്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ സ്പെസിഫിക് ആയിട്ട് നമുക്ക് സമയം നഷ്ടപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ഒരു പാറ്റേണിലുള്ള അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് മിസ്സാവുന്നുണ്ടോ, കോൺസെപ്റ്റ് അറിയാത്തതുകൊണ്ട് നമ്മൾ സ്റ്റക്കായി പോകുന്നുണ്ടോ, ഇങ്ങനെയുള്ള മിസ്റ്റേക്സിൻ്റെ പാറ്റേൺ ആണ് നമ്മൾ ഇതുവഴി ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ വളരെ സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ കറക്റ്റ് ചെയ്തതിന് ശേഷം റീടെസ്റ്റ് ചെയ്യുക. അതായത് ഇതേ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടും ഈവൻ എക്സാം എക്സിക്യൂഷനുമായി ബന്ധപ്പെട്ടും വരുന്ന മിസ്റ്റേക്കുകൾ ഗ്രാജ്വലി നമുക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. സാധാരണ ഇതിൽ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്ത് മിസ്റ്റേക്സ് വരുന്ന ഭാഗങ്ങളിൽ ഐഡൻറ്റിഫൈ ചെയ്ത് അവയിൽ കൂടുതൽ പഠനം നടത്തുക, ഇങ്ങനെയുള്ളൊരു കൺവെൻഷണൽ അപ്രോച്ചിനേക്കാൾ പ്രിപ്പറേഷനിലും എക്സിക്യൂഷനിലും ഒക്കെ വരുന്ന വീക്ക്നെസ്സുകൾ
എഫിഷ്യൻ്റ്ലി കറക്റ്റ് ചെയ്യാനുള്ളൊരു മെക്കാനിസം, അതാണ് ഈ കറക്ഷൻ ലൂപ്പിലൂടെ നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൂപ്പ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന ഒരു ഫലം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് സ്റ്റെബിലൈസേഷൻ ഫേസ് ആണ്. ഈ പ്രിപ്പറേഷൻ എക്സിക്യൂഷൻ സിസ്റ്റത്തിൻ്റെ അവസാന ഘട്ടമാണത്. ചുരുക്കത്തിൽ നമ്മളിവിടെ സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ആസ്പിരൻസ് പലപ്പോഴും പറയാറുള്ളൊരു കംപ്ലയിൻ്റ് ആണ്. അതായത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പഠിച്ച ഒരു കാര്യമായിരുന്നു, പക്ഷേ എക്സാമിനേഷൻ സമയത്ത് എനിക്കത് ഓർത്തെടുക്കാനായിട്ട് സാധിച്ചില്ല, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്നൊരു കാര്യം. ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷൻ സാധാരണഗതിയിൽ സംഭവിക്കുന്നത് പ്രിപ്പറേഷൻ അൺസ്റ്റേബിൾ ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്കോർ നേടിയെടുക്കാൻ സാധിക്കുന്ന ഹൈ യൂട്ടിലിറ്റി പോയിൻറ്റ്സ് അല്ലെങ്കിൽ കീ ടൂൾസ് ഇത് എക്സാമിനേഷന് മുൻപുള്ള ദിവസങ്ങളിൽ വളരെ വ്യക്തമായിട്ട് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യുക. ഇതിൽ ഉൾപ്പെടുന്നത്, അതായത് ഈ ഹൈ യൂട്ടിലിറ്റി പോയിൻറ്റ്സിൽ ഉൾപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാകാം, മേ ബി ചില റൂൾസ് ആകാം, ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ്, കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഈവൻ ഈ പ്രിപ്പറേഷൻ സമയത്ത് നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരുന്ന കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ. പക്ഷേ ഈ ടൂൾസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ എക്സാമിനേഷന് തീർച്ചയായിട്ടും നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് സ്കോർ നേടിത്തരുമെന്ന് ഉറപ്പുള്ള അത്തരത്തിലുള്ള പോയിന്റുകളാണ്, അത്തരത്തിലുള്ള പാറ്റേൺസ് ആണ് നമ്മളിവിടെ സ്റ്റെബിലൈസ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾക്ക് ലഭിക്കുക. ഒന്നാമതായിട്ട് നമ്മുടെ കോൺഫിഡൻസ് എന്നുള്ളൊരു കാര്യം സിഗ്നിഫിക്കൻ്റ്ലി നമ്മൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് ഈ പഠിച്ചിട്ടും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നൊരു കംപ്ലയിൻറ്റ് വളരെയധികം കുറയും എന്നുള്ളതാണ്. അത് വല്ലാത്തൊരു അവസ്ഥയാണ് എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം. അതായത് നമ്മൾ വളരെയധികം എഫേർട്ട് എടുത്ത് വ്യക്തമായിട്ട് പഠിച്ച ഒരു കാര്യം തീർച്ചയായിട്ടും നമ്മൾക്ക് മാർക്സ് ലഭിക്കും, അല്ലെങ്കിൽ ചോദ്യത്തിന് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി പഠിച്ച ഒരു കാര്യം എക്സാം സമയത്ത് നമ്മൾക്ക് അത്തരത്തിൽ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊരു വസ്തുത. അതുകൊണ്ട് മേ ബി 4-5 മാർക്സ് ഒക്കെ നമ്മൾക്ക് എക്സാമിനേഷനിൽ നഷ്ടപ്പെട്ടു പോകാം. ഇത് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ ഈ 4-5 മാർക്സ് എന്ന് പറയുന്നത് വലിയൊരു ഡിഫറൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ചെറിയൊരു ഫേസ് ആണ് എങ്കിൽ പോലും ഈ സ്റ്റെബിലൈസേഷൻ എന്നുള്ളൊരു കാര്യം വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. ചുരുക്കത്തിൽ വളരെ ലോങ് ടേമിൽ നമ്മൾ നടത്തുന്ന ഒരു പ്രിപ്പറേഷനെ ഒരു ഫൈനൽ എക്സാം റെഡി സ്റ്റേറ്റിലേക്ക് എത്തിക്കുന്ന ഒരു സ്റ്റേജ് കൂടിയാണ് ഈ അവസാന ഘട്ടമായിട്ടുള്ള സ്റ്റെബിലൈസേഷൻ ഫേസ് എന്നുള്ളത്. ഈ വീഡിയോ സീരീസിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ വീഡിയോ സീരീസ് ലക്ഷ്യം വെക്കുന്നത് വളരെയധികം ആത്മാർത്ഥമായിട്ട് സീരിയസ് ആയിട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനെ കണ്ട് അതിന് തയ്യാറെടുക്കുന്ന ആസ്പിരൻസിനെയാണ് എന്നൊരു കാര്യം. അതായത് നമ്മൾ അത്രയധികം പ്രിപ്പറേഷൻസ് ചെയ്തിട്ടും എക്സ്പെക്റ്റഡ് ആയിട്ടൊരു റിസൾട്ട് ലഭിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇൻ്റലിജൻസിൻ്റെ കുറവോ അല്ലെങ്കിൽ പ്രിപ്പറേഷനിൽ വന്നിട്ടുള്ള കുറവോ ഹാർഡ് വർക്കിൻ്റെ കുറവോ ഒന്നുമല്ല. അത് എക്സിക്യൂഷനിൽ വരുന്ന പ്രോബ്ലംസ് ആണ്. അത്തരത്തിൽ വരുന്ന പ്രോബ്ലംസ് അല്ലെങ്കിൽ ആ ബ്ലൈൻഡ് സ്പോട്ട്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിന് വേണ്ടിയുള്ള ഒരു സ്ട്രക്ചേർഡ് കറക്ഷൻ, അതാണ് ഈ സീരീസിൻ്റെ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ ഒരു 5 മേജർ കോമ്പണൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രിപ്പറേഷൻ എക്സിക്യൂഷൻ സിസ്റ്റം നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത്തരത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ അതിൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത്. നിങ്ങളുടെ ഒരു ഡിമാൻഡ് അനുസരിച്ചാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്പെസിഫിക് വീഡിയോ, അതായത് ഈ കാര്യങ്ങൾ കുറച്ചുകൂടി ലളിതമായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഇത്തരത്തിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സ്റ്റിൽ ഇവിടെയുള്ള ചില കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു മെക്കാനിസം എന്നുള്ളൊരു കാര്യം, ഇതൊക്കെ കുറച്ചുകൂടി ഇൻഡെപ്തായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒന്നാണ്. ഈ ഒരു വീഡിയോയിൽ അങ്ങനെ വളരെ ഇൻഡെപ്തായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്താതെ വളരെയധികം ലെങ്തി ആകും എന്നുള്ളതുകൊണ്ടാണ്. സ്റ്റിൽ ഈ ഒരു പ്രിപ്പറേഷൻ എക്സിക്യൂഷൻ സിസ്റ്റത്തിൻ്റെ ആ കോമ്പണൻസ് എന്തൊക്കെയാണ്, ഓരോ ഘട്ടത്തിലും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ അസ്യൂം ചെയ്യുന്നത്. ഇത്തരത്തിലുള്ളൊരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പ്രിപ്പറേഷൻ നടത്തുകയാണെങ്കിൽ പ്രിപ്പറേഷൻ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു നോളജ് അക്യുമുലേഷൻ പ്രോസസ്സായിട്ട് നിൽക്കില്ല. മറിച്ച് നിങ്ങൾ ഇടുന്ന ആ ഒരു എഫേർട്ട് ഗ്രാജ്വലി റിയൽ പെർഫോമൻസ് ആയിട്ടും അൾട്ടിമേറ്റ്ലി അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ടായിട്ടും കൺവേർട്ട് ചെയ്യും. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഒരു പ്രിപ്പറേഷൻ എക്സിക്യൂഷൻ സീരീസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പ്രൈമറി ഒബ്ജക്റ്റീവ്. ഇത്തരത്തിലുള്ള ഒരു എക്സിക്യൂഷൻ സിസ്റ്റം ബിൽഡ് ചെയ്ത് വളരെ സ്ട്രാറ്റജിക്കലി ഡിസൈൻഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഞാൻ മുൻപ് മെൻഷൻ ചെയ്ത പോലെ തന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടും അങ്ങനെ സ്പെസിഫിക് ആയിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും മറ്റു വീഡിയോസിലൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. എനിവേ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായി എന്നാണ് ഞാൻ അസ്യൂം ചെയ്യുന്നത്. വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വീഡിയോസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കോമെന്റ് സെക്ഷനിലൂടെ അത് അറിയിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. എനിവേ, താങ്ക് you so much for watching this particular video and this entire series. And if you're first time here, then make sure to subscribe. So thank you once again, and I'll see you guys in the next one.